അപ്പം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പരിശോധന വേണം. പരിശോധിച്ചാലേ കാണത്തുള്ളൂ. നമ്മൾ ഒരു കാര്യം നമ്മളുടെ താക്കോല് പോയി, ആ പരിശോധനയിൽ കണ്ടെത്തിയല്ലേ, അല്ലേ, നോക്കി കണ്ടുപിടിച്ച്. അങ്ങനെ തന്നെ വേണ്ടേ? അപ്പം നമ്മളിൽ പരിശോധിക്കണം, എന്താണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ തിരിച്ചറിയാൻ പറ്റും. അവിടെയാണ് തിരിച്ചറിയുന്നത്. പരിശോധനയിൽ ഇത് തെളിഞ്ഞു വരും. പരിശോധനയിലേ തെളിഞ്ഞു വരത്തുള്ളൂ, അല്ലേ? അപ്പം അങ്ങനെ നോക്കും. എന്തോ പറ. മറ്റൊരാളുടെ ജീവിതത്തെ മനസ്സിലാക്കി അത് നമ്മൾ മാതൃകയാക്കി നമ്മൾ പരിശോധന ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? ഈ മറ്റൊരാൾ ആരാണ്? ഒരു മറ്റൊരാളെ ഒന്നെടുക്ക്. മറ്റൊരാളെ മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഞാനിപ്പം നമ്മളിപ്പം ശ്രീകൃഷ്ണന്റെ ജീവിതങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ വ്യക്തികളെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മെമ്മറിയാണ്. അല്ലല്ല, അവിടെ ചേട്ടാ അവിടെ നില്ലേട്ടാ. ശ്രീകൃഷ്ണന്റെ ജീവിതം ഞാൻ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് പഠിച്ചത്? പഠിപ്പിക്കുവാണ് ചെയ്തത്. ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് എവിടെയാണ് കേട്ടത്? എവിടെ? ശ്രീകൃഷ്ണന്റെ ജീവിതം കേട്ടത് എവിടെയാണ്? എവിടെയാണ് കേട്ടത്? അല്ലല്ല, നിങ്ങൾ എവിടെയാണ് കേൾക്കുക? കേട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുക. ഈ കേൾവി എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾവി എന്താണ്? കേൾവി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നാവിൽ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആ ഭക്ഷണം നമ്മളിലോട്ട് പകർന്ന് ശരീരമായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്? അതെ. ശ്വസിച്ചാൽ ശ്വാസത്തിൻ്റെ ഭാഗം ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നല്ലേ? ആണോ? ആണ്. അപ്പം കേൾവി എന്ന് പറഞ്ഞാൽ എന്താകണം? അല്ല, ശരീരത്തിൻ്റെ ഭാഗമാകണം. ആകണ്ടേ? ആവണം. ആവുന്നില്ലെങ്കിൽ അപ്പം ശരീരം എന്തായി? ശരീരം മരിച്ചു. പിന്നെ കേൾവിയുണ്ടോ? പിന്നെ കേട്ടുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ കേട്ടെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ശവശരീരത്തിൻ്റെ അടുത്ത് നിന്നിരുന്ന് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു? വല്ല കാര്യമുണ്ടോ? കേൾവി എന്താണ്? ഈ കേൾവി എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ അത് ഭയങ്കര വലിയ നാശമല്ലേ? കേൾവി എന്ന് പറയുന്നത് ആ ശബ്ദവുമായിട്ട് അല്ലെങ്കിൽ ആ സംഭവവുമായിട്ട് താദാമ്യം പ്രാപിക്കലാണ് കേൾവി. ആ ചലനവുമായിട്ട് താദാമ്യം പ്രാപിക്കലാണ് കേൾവി. വളരെ സൂക്ഷ്മ തലവുമായിട്ട് താദാമ്യം പ്രാപിക്കലാണ് കേൾവി. അതിൻ്റെ കേൾവി കൊണ്ട് എന്താ സംഭവിക്കേണ്ടത്? ഞാൻ കുറേ കാര്യങ്ങൾ കേട്ട് അല്ല, കേൾവി എന്നല്ല പറഞ്ഞത്. നമ്മള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് അല്ല, മനസ്സിലാക്കാൻ എന്താണ് ഉപാധി? എന്താണ് മനസ്സിലാക്കാൻ? ഉപാധി നമ്മുടെ ജീവിതത്തിനോട് അനുകരിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ. അല്ല, ജീവിതത്തിലോട്ട് അല്ലല്ല, എഗെയിൻ ജീവിതത്തിലൂടെ അനുകരിക്കപ്പെടേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സ്വരൂപത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നമ്മുടെ സ്വരൂപം അറിയാതല്ലേ നമ്മൾ. അല്ല, അപ്പൊ സ്വരൂപം അറിയാൻ എവിടെയാണ് നോക്കേണ്ടത്? എവിടെയാണ്? അത് നോക്കിയിട്ടില്ല. അല്ല, നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ സ്വയം അറിയണം. എന്ത് ചെയ്യണം? അല്ല, നമ്മളെ ശ്രദ്ധിക്കണം, അല്ലേ? അത്രയല്ലേ ഉള്ളു. അല്ല, ഉണ്ടാകാഞ്ഞിട്ടല്ലല്ലോ, നമുക്ക് താല്പര്യമുണ്ടോ ഇല്ലെന്നുള്ളതല്ലേ? നമ്മളെ ശ്രദ്ധിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ ഇല്ലെന്നുള്ളതല്ലേ ആദ്യത്തെ ചോദ്യം? അതെ, നമുക്ക് താല്പര്യമുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ.
നമ്മുടെ താല്പര്യം വേറെ ചില കാര്യങ്ങളുടെ പിന്നാലെയാണ്, അല്ലേ? അതെ അതെ അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാതെ വിട്ട് നമ്മൾ പല കാര്യങ്ങളും കഥകളും പറയുന്നത്. കാരണം ശരീരം ചുരുങ്ങുമ്പോൾ, ശരീരത്തിന് മർദ്ദം കൂടുമ്പോൾ ശബ്ദം നമ്മുടെ ഉള്ളിലോട്ട് കടക്കത്തില്ല, അല്ലേ? ശബ്ദം നമ്മുടെ ഉള്ളിലോട്ട് കടന്ന് ശരീരത്തിൻ്റെ വൃത്തിയിലോട്ട് ഉണർന്ന് അങ്ങനെയല്ലേ നമ്മൾ തുടർന്ന് ജീവിക്കുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് ശബ്ദം കടന്ന് ശരീരം പുതിയ ശബ്ദം കൊണ്ടുള്ള ശരീരം തെളിഞ്ഞു വരുന്നു. ശബ്ദം കൊണ്ടുള്ള ശരീരം തെളിഞ്ഞു വരണം, വേണ്ടേ? അതെ. പിന്നെയുണ്ട് വെളിച്ചം കൊണ്ടുള്ള ശരീരമുണ്ട്, അല്ലേ? ഇതെല്ലാം ഓരോ തലങ്ങളാണ്. അല്ലാണ്ട് ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ അതിനെ ആവഹിച്ച് കൊണ്ടുവരാനുള്ള ടൂൾസാണ് ഇന്ദ്രിയങ്ങൾ, അല്ലേ? രുചി നമ്മളിലോട്ട് ആഹാരത്തെ കൊണ്ടുവരാനുള്ള, അല്ലെ? രുചിയില്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുക. രുചി എന്താണ്? രുചി നമ്മുടെ സ്വരൂപത്തിൻ്റെ ഭാഗമാണ്, അല്ലേ? അതായത് കേൾവിയും കാഴ്ചയുമായിട്ട് നിൽക്കണില്ല. ഇതെല്ലാം നമ്മളായിട്ട് മാറണ ഭാഗത്ത് മാത്രമേ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂ. അതായത് ഭക്ഷണം കഴിച്ചിട്ട് വയറിളകിപ്പോണ്, ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഛർദ്ദിക്കുന്നു, അല്ലെങ്കിൽ ഇത് വയറ്റിൽ കിടന്നുകൊണ്ട് വല്ലാത്ത മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു, മനസ്സ് രൂപപ്പെടണം അവിടെ. പിന്നെയും അതെ. കാരണം എന്താണ്? കഥകളാണ്. ഇത് ദഹിക്കണില്ല. ഇത് ദഹിച്ചില്ലെങ്കിൽ മനസ്സ് രൂപപ്പെടും. കാരണം ഞാൻ കഴിച്ചത് എന്താണ്, ഞാൻ ഇന്നതാണ് കഴിച്ചത്, അതാരാണ് തന്നത്, അതെങ്ങനെ കഴിച്ചതാണ്, ഇതെല്ലാം മനസ്സ് രൂപം കൊണ്ട് കഴിച്ച് ദഹിക്കുകയാണെങ്കിൽ, ദഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സല്ല, അവിടെ തെളിമയാണ് ഉണ്ടാകുന്നത്. വീണ്ടും ഒരു ബിംബം മാത്രമാണ്. അതെ. ഈ ബിംബത്തിൻ്റെ ഭാഗത്തോട്ട് പോകുന്നത് നമ്മുടെ ദഹന ഇന്ദ്രിയങ്ങൾ മര്യാദക്ക് പ്രവർത്തിക്കാത്തോടെ, ദഹന ഇന്ദ്രിയങ്ങൾ മര്യാദക്ക് പ്രവർത്തിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇത് എല്ലാ വ്യക്തികൾക്കും. ഇതിനാണ് ആരോഗ്യമെന്ന് പറയുന്നത്. ആരോഗ്യമെന്ന് പറയുന്നത് നമ്മുടെ ദഹന ഇന്ദ്രിയങ്ങൾ വൃത്തിയായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യമുള്ളവനാകുന്നത്. ആരോഗ്യമുള്ളവന് എന്താണുള്ളത്? സ്നേഹം. ആരോഗ്യമുള്ളവന് സ്നേഹം, സമാധാനം. കാരണം അവനിൽ ഉള്ളത് അവനവനെ അനുഭവിക്കാൻ സാധിക്കുന്നവനാണ് ജീവിക്കുന്നവൻ. അവനവൻ അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ പ്രോപ്പർട്ടി, സമ്പാദ്യം, കാശ്, സ്ഥാനമാനങ്ങൾ ഇതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ പല ബഹളം വെക്കലൊക്കെ ഉണ്ടാക്കുന്നത്. അത്രയുള്ള ജീവിതമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് അനന്തമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ്, ഭാഗ്യമാണ്. അതൊരു മഹാ അത്ഭുതമാണ്, മഹാഭാഗ്യമാണ്. മനസ്സിലായ? അതൊരിക്കലും ആർക്കും തകർക്കാനോ തടയാനോ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി എടുക്കാം. അപ്പം അങ്ങനെ മുമ്പേ ഒരാളെ ഇങ്ങനെ ദൈവത്തെയും കൃഷ്ണനെയും അള്ളാഹിനെയൊക്കെ പറ്റി പഠിപ്പിച്ച ഭാഗത്തുനിന്ന് ആ താല്പര്യം അയാൾ മാറ്റാൻ, അല്ലെങ്കിൽ ആ ഇപ്പം ഡൈജസ്റ്റ് ആവാതെ അത് കിടക്കുകയാണല്ലോ അവിടെ. കാരണം എന്ത് പറയുമ്പോഴും അതുമായിട്ടൊരു കോറിലേഷനാണ് വരുന്നത്. അപ്പം അതിൽ നിന്ന് അവനവനിലേക്കുള്ള ആ ഒരു മാറ്റം അതെങ്ങനെ വർക്ക് ചെയ്യും? അല്ല, മാറ്റം വന്നതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ സംസാരിക്കണത്. മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഒരു അത്ഭുത മനുഷ്യരെ ആരെയും ഞാൻ എന്റെ മനസ്സിൽ വെച്ചിട്ടില്ല. അപ്പോൾ ഒരു ദൈവമായിട്ട് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ആ ജനനം തൊട്ട് മരണം വരെ അദ്ദേഹത്തിന് നമ്മൾ ഞാനിപ്പോ പകുതി സമയം ജീവിച്ചു തീർത്ത് പകുതി കൂടുതലായപ്പോലും അതിന്റെ ഒരു എത്രയോ ഇരട്ടി അദ്ദേഹം അവിടെ അനുഭവിച്ച് അത് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ആ ഒരു ആ ചരിത്രങ്ങളുണ്ട്. അത് വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനുമാണ്. അപ്പം നമ്മൾ അത് അനുകരിക്കാതെ നമ്മളിലുള്ള ആ സത്തയെ ഉണർത്തി പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതാണ് ഞാൻ സംസാരത്തിന്റെ എൻ്റെ ആ ഒരു ആശയം ഞാൻ വന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്. ഇപ്പം നമ്മളിങ്ങനെ ഒരു വ്യക്തിയെ പറ്റി പറയുന്നു. നിലവിൽ ചുറ്റുപാട് നിൽക്കുന്ന ഒരു വ്യക്തിയും ഇങ്ങനെയൊന്നും അല്ലല്ല, ആണോ? അല്ല. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ മനുഷ്യരെയും നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ കൂട്ടത്തിലുള്ള സർവ്വ മനുഷ്യരെ നമ്മൾ നിഷേധിക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ സവിശേഷത ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള സർവ്വ മനുഷ്യരെ നിഷേധിക്കുകയും ഇതെവിടെയാണ് ഇരിക്കുന്നത്? ഇത് നമ്മുടെ സ്വപ്നത്തിലായിരിക്കുന്നത്, സങ്കല്പത്തിലായിരിക്കുന്നത്. ഇത് നമ്മുടെ സങ്കല്പത്തിലാണ് ഉള്ളത്. പക്ഷേ യാഥാർത്ഥ്യത്തിലുള്ള കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മൾ നിരന്തരം നിഷേധിക്കുക. അതുകൊണ്ട് നമ്മളുടെ ശാരീരികവും മാനസികമായിട്ടുള്ള അവസ്ഥ എപ്പോഴും സംഘർഷാവസ്ഥയിലായിരിക്കും. നമ്മൾ പറയുന്ന സ്വപ്നം കാണുന്ന ആൾ വളരെ ചിട്ടയും വെടിപ്പും വൃത്തിയുള്ളതാണ്, ഭയങ്കര വലിയ മാഹാത്മ്യവും കഴിവും എല്ലാം ഉള്ള ആളാണ്. പക്ഷെ നമുക്ക് ഇതുമായിട്ട് ഇതിൻ്റെ 7 അയലത്ത് പോയിട്ട് ഇങ്ങനൊരു സംഭവത്തെ തൊടാനുള്ള യാതൊരു അർഹതയുമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്? പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പാട്? എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടുമെന്ന് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ? എന്തെങ്കിലും ഒരു ചെറിയൊരു ഉറപ്പ് പറയാവോ? എവിടെയെങ്കിലും വെച്ച് ഇത്രയും മാഹാത്മ്യമുള്ള വ്യക്തിയെ കൂട്ടുമുട്ടും എന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് ഇപ്പം പറയാവോ? ഉണ്ടോ? ഒരു ഉറപ്പുമില്ലാത്ത, യാതൊരു കാരണവശാലും ഒരു ഉറപ്പുമില്ലാത്തൊരു സംവിധാനത്തിൻ്റെ പേരിൽ ഉറപ്പുള്ള വ്യവസ്ഥകളെ നിഷേധിക്കുകയും ഉറപ്പുള്ള വ്യവസ്ഥകളെ തള്ളി മാറ്റി നിർത്തി മനപ്രയാസവും ദുഃഖവും രോഗവും നിറഞ്ഞിട്ടും എല്ലാവിധത്തിലും മനപ്രയാസവും ദുഃഖവും രോഗവും വന്നിട്ടും നമ്മുടെ തീരുമാനം മാറ്റാൻ നമ്മൾ തയ്യാറല്ല. ഇത് നമ്മുടെ തീരുമാനമാണ്, ആണല്ല, നമ്മളെടുത്ത തീരുമാനമല്ല ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത്. അല്ലാണ്ട് പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും തീരുമാനമൊന്നുമല്ല, നമ്മളുടെ മാത്രം തീരുമാനമാണ്. നമ്മുടെ തീരുമാനം മാറ്റാൻ നമ്മൾ തയ്യാറല്ല. പ്രപഞ്ചത്തിൻ്റെ തീരുമാനപ്രകാരമുള്ള അനന്തതയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മനോഹരമായിട്ടുള്ള സവിശേഷത നിരന്തരം പ്രവർത്തിക്കുന്നു. അതിനെ വകവെക്കാൻ നമ്മൾ തയ്യാറല്ല. തീരുമാനം മാറ്റാൻ നമ്മൾ റെഡിയല്ല. അതെ, നമ്മളുണ്ടാക്കിയ തീരുമാനം നമ്മൾക്ക് പോലും മാറ്റാൻ പറ്റുന്നില്ല. നമ്മളെ തീരുമാനം കാരണം നമ്മൾ ദുരന്തം അനുഭവിക്കുന്നു. അത് എന്തിൻ്റെ പേര് പറഞ്ഞാലും നമ്മൾക്ക് ആശ്വാസമില്ലെങ്കിൽ എന്തിനായി പേരൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമായിരിക്കുന്നത്? പേര് മാത്രമേ ഉള്ളൂ, അതിന് വേറെ ഒന്നുമില്ല. ഒരു പേര് പഠിപ്പം അള്ളാഹു എന്ന് പറയുന്നു. അള്ളാഹു എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ? ഒന്നും സംഭവിച്ചില്ലെന്ന് ആരും അറിയുന്നില്ല. അള്ളാഹു വലിയവനാണ്, ആയിക്കോട്ടെ, അതിന് നമ്മളെന്ത് ചെയ്യണം? ഇത് ആരുടെയും വലിപ്പച്ചെറുപ്പ അളവുകോലെടുത്ത് വെച്ചുള്ള പരിപാടികളൊന്നും ഇവിടെ നടക്കുന്നില്ല. നടക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്നത് വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയല്ലേ അള്ളാഹുവിൻ്റെ കാര്യം പറയണ പോലെ തന്നെയല്ലേ കൃഷ്ണൻ്റെ കാര്യവും പറയണത്? അതുപോലെ തന്നെയല്ലേ യേശു ക്രിസ്തുവിൻ്റെ കാര്യവും പറയുന്നത്? എന്താ വ്യത്യാസം? ഇത് പറയുന്ന ആൾക്ക് ഒരു സമാധാനവുമില്ല, സന്തോഷവുമില്ല, 100,000 കൂട്ടം രോഗവുമുണ്ട്. അപ്പം നമ്മളെ തന്നെ സ്വയം അവഹേളിക്കണീന്ന്. അള്ളാഹുവിനെ പറ്റി അല്ലെങ്കിൽ കൃഷ്ണനെ പറ്റിയുള്ള സങ്കല്പങ്ങളൊക്കെ വളരെ വലുതായിരിക്കും, നല്ലതായിരിക്കും. അതുകൊണ്ട് നല്ലതാണെങ്കിൽ ആ നല്ലത് നമ്മളുടെ നല്ലതുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ജീവിതം ആനന്ദകരമാണ്, ആസ്വദിക്കാം, ഒരു കുഴപ്പമില്ല. അള്ളാഹുവായിട്ട് എനിക്ക് ബന്ധമുണ്ടെങ്കിൽ, കൃഷ്ണനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെങ്കിൽ, അതാണ് വേണ്ടതെങ്കിൽ അത് നടപ്പിലാക്കുമ്പോൾ, തുടരുമ്പോൾ ജീവിതം മംഗളകരമാകണ്ടേ? അതിനല്ലേ നമ്മൾ ഈ പറയുന്നത്? അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിനാണോ? എന്താണ് താല്പര്യം? എന്താണ് താല്പര്യം? താല്പര്യം എന്താണെന്നുള്ള ഭാവം പരിശോധിക്കണം. ഇപ്പം നമ്മളിൽ പ്രായോഗികമായിട്ട് ഉള്ള ജീവിതത്തിൻ്റെ ഭാഗമാണോ അതോ സ്വപ്നത്തിൽ ജീവിക്കണോ? നമ്മൾ തിരിച്ചറിയണം, കൃത്യമായിട്ട് തിരിച്ചു. സയൻസ് എന്താ ചെയ്യണത്? സയൻസ് ഈ തിരിച്ചറിവിൻ്റെ ഭാഗത്ത് എവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ സയൻസൊക്കെ എവിടെയാണ് മടുക്കാൻ പോകുന്നത്? നമ്മൾ അവിടെ മനസ്സിലായി പണ്ടേ തുടങ്ങിക്കഴിഞ്ഞ്. സയൻസിന് ഒരു എത്തും പിടിയും കിട്ടാത്ത ഭാഗത്ത് നമ്മൾ ഇപ്പോഴേ തുടങ്ങി, മനസ്സിലായ?
സയൻസ് പരാജയപ്പെട്ട് നിർത്തുന്ന ഭാഗത്ത് നമ്മൾ പണ്ടേ തുടങ്ങി. അത് നമ്മുടെ വ്യത്യാസം. അതുകൊണ്ട് നമുക്ക് സയൻസ് ആവശ്യമില്ലാത്തത്. സയൻസ് അവസാനം എവിടെ നിർത്തും? അവനവൻ്റെ അനുഭവത്തിൽ സയൻസ് വന്ന് പറയും. നിങ്ങൾ ഈ സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു കാര്യം വെച്ച് നിങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കത്തില്ലെന്നുള്ള ഭാഗം ഒരു നാൾ വരുമ്പോൾ പറയും സയൻസ്. മനസ്സിലായി? ഈ പറയുന്ന സയൻറ്റിസ്റ്റുമാർ പറയും, ഇതുകൊണ്ട് പരീക്ഷണം കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. സ്വസ്ഥത നിങ്ങൾ അനുഭവിച്ച് തെളിച്ച് കൊണ്ടുവരണം എന്ന് ഈ പറയുന്ന ഒരു കാലം വരും. അത് വലിയ വിദൂരത്തിലൊന്നുമല്ല. മതത്തിൻ്റെ ആൾക്കാരും പറയും. മനസ്സിലായി? എല്ലാവരും പറയും നിങ്ങളെ തന്നെ വളരെ എളിമയോടുകൂടി, സ്നേഹത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരാൻ പോകുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം അവനവനെ നിഷേധിച്ച് അതിൻ്റെ എല്ലാ ദുരന്തവും അനുഭവിക്കത്തക്ക രീതിയിൽ നിഷേധിച്ചു. അത് എല്ലാ മനുഷ്യരും സ്വന്തം ജന്മത്തിൻ്റെ സവിശേഷത നിഷേധിച്ച് ഉണ്ടാകാവുന്ന എല്ലാ വൃത്തികേടും ഇന്ന് സമൂഹത്തിലുണ്ട്. അതിൻ്റെ മാക്സിമം പീക്ക് ലെവലെത്തിയിരിക്കുന്ന വൃത്തികേടിൻ്റെ എല്ലാ കെട്ടുകഥകളും വെച്ച് ഒന്നും നടക്കത്തില്ലെന്ന് നല്ല ബോധ്യം വരുന്ന ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് ഏകദേശം. ഞാൻ ബോധ്യം വന്നാൽ മതി. അത് പറയാനുള്ള കാരണം ഈ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ളൊരു നോട്ടം വന്നതുകൊണ്ടാണ്. അതെ, കംപ്ലീറ്റ് നമുക്ക് പ്രതികൂല സാഹചര്യത്തിലോട്ട് തന്നെത്താൻ എത്തി നോക്കി. മനസ്സിലായ? പ്രതികൂല സാഹചര്യത്തിൽ എത്തി നോക്കി പ്രതികൂല അനുഭവമുണ്ടായി അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുക. അതുകൊണ്ട് ഇനി തിരിഞ്ഞു നോക്കിയാൽ തിരിഞ്ഞു നോക്കുക മാത്രം ചെയ്താൽ മതി. മനസ്സിലായി? തിരിഞ്ഞു നോക്കിയെന്നുള്ള ഒരൊറ്റ കാര്യം ചെയ്യുക. കാരണം പുറത്തോട്ട് എവിടെ നോക്കിയിട്ടും കാര്യങ്ങൾ ശരിയാകുന്നില്ല. മറ്റെല്ലാം പുറത്തോട്ടുള്ള നോട്ടങ്ങളാണ്. ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഉള്ളിലോട്ട് നോക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് കക്കും തോറും മുടിയും തോറും പിന്നെയും കക്കുമെന്ന് പറഞ്ഞ കണക്കാ. മനസ്സിലായ? കക്കും തോറും മുടിയും തോറും പിന്നെയും കക്കും. ശത്രുവിനെ തകർക്കാൻ നോക്കി ഇവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ശത്രുവിനെ തകർക്കാനാണ് നോക്കുന്നത്, പക്ഷെ തകരുന്നവനാ. ശത്രുക്കൾ പെരുകി വരിക. ഒരു ശത്രുവേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ശത്രുവിനെ തകർക്കാൻ നോക്കിയപ്പോഴത്തേക്കും 2 ശത്രുവായി. തകരുന്നത് ഞാൻ തന്നെ. നിർത്തത്തില്ല. മനസ്സിലായ? ദൈവത്തെ സംരക്ഷിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. അതെ, ദൈവത്തെ സംരക്ഷിക്കുന്നവന് അവൻ്റെ സംരക്ഷണം മുഴുവനും പോയി. ദൈവത്തെ സംരക്ഷിക്കുന്നവർ അവർക്ക് സംരക്ഷണമൊന്നുമില്ല. അവർ പെട്ടെന്ന് നശിച്ചു പോവുകയാണ്. ദൈവത്തെ ഒന്ന് ആലോചിച്ച് നോക്ക്. ദൈവത്തെ സംരക്ഷിക്കാൻ ദൈവം അതും ബലഹീനനായിട്ടുള്ള നമ്മൾ ദൈവത്തെ പറ്റി പറയുന്നൊരു ദൈവമാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. ദൈവം പറഞ്ഞു ദൈവത്തിനെ എതിർക്കുന്നവനെ നശിപ്പിച്ച് കളയാൻ. അപ്പം ദൈവം ബലഹീനനാണോ? ഇത് ഒരു കൂട്ടർ തന്നെ പറഞ്ഞു. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മനസ്സിലായ? ചെയ്യുന്നത് ഒരു കൂട്ടർ തന്നെ. ദൈവത്തിനെ സംരക്ഷിക്കാൻ നടക്കുന്ന ഒരു ദൈവമാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതെന്ന് പറയുന്നത് ഒരാൾ തന്നെയാണ് പറയണത്. മനസ്സിലായ? ഇന്നലെ അവർ പറയണത് വൈകുന്നേരം വരെ ദൈവത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച് ഇപ്പൊ ശ്വാസം മുട്ടലാണെന്ന്. അതെ, ഗ്രൂപ്പിലെ അച്ഛൻ കുഞ്ഞിന്റെ. അപ്പം നമ്മള് പറയും. പക്ഷെ നമ്മളെന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവിടെ ക്ലബ് ഹൗസിലെ സത്സംഗം കൂടുമ്പോൾ കുറച്ച് പേരുള്ള എത്രയോ പേരുള്ളൊരു നമ്മുടെ സംസാരങ്ങൾ ആ തരംഗങ്ങളുടെ ഒരു ലയനം സംഭവിക്കുന്ന ആ സമയങ്ങളില് അവിടെ ഒരു മെമ്മറി അല്ലേ രൂപപ്പെടുക. ആ മെമ്മറിയിലല്ലേ ആ അവസ്ഥയുള്ളൂ. ആ മെമ്മറിയുടെ ഒരു ജ്യൂസോ സ്പിരിറ്റ് പോലെ ആ അന്തരീക്ഷത്തിൽ ലയിച്ച് അതിലിരിക്കുന്ന നമ്മളിലെ ആ ഞാന് കൂടുതൽ തെളിവുള്ളവർക്ക് ആ തെളിവുള്ള ആ ഞാനും പ്രകൃതിയുമായിട്ടുള്ള പവറല്ലേ നമുക്ക് താങ്കളെ പോലെയുള്ളവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അവിടെയല്ലേ നമ്മൾ വരുന്നത്. നമ്മളെന്ന് പറയുന്നത് ശരീരം മറ്റൊരു ശരീരവുമായിട്ടുള്ള സംവേദനത്തിൽ
രൂപം കൊള്ളുന്നതാണ് നമ്മൾ. നമ്മളെ താണ്ടണം, നമ്മളെ കഴിഞ്ഞു പോകണം അങ്ങോട്ട്. മനസ്സിലായോ? നമ്മളിങ്ങനെ ഒരു സംസാരങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ആ ആശയങ്ങളുടെ ഒരു മെമ്മറി അവിടെ രൂപപ്പെടുകയല്ലേ? അല്ല, അതിൽ തങ്ങരുതും, അതിൽ പെട്ടുപോകരുതും. ഞാൻ ചോദിച്ചാൽ അതിന്റെ ഒരു സ്പിരിറ്റ് അല്ലേ ആ ഒരു ലയനം വരുന്നത്? ആ ലയനാവസ്ഥയിലല്ലേ പറയുന്നത് നമ്മളെന്ന്? അല്ല, നമ്മളെന്ന് പറയുന്ന അവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് മായയാണ്, അത് നൈമിഷികമാണ്. അത് അങ്ങനെ ഒരു നമ്മളെന്ന് പറയുന്ന അവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ അവിടെ സ്ഥായിയായിട്ട് നിൽക്കുന്നത് എന്താണ്? നമ്മളെന്ന് പറയുമ്പോൾ ലയനം സംഭവിക്കാനുള്ള കാരണം എന്താ? ലയനം എങ്ങനെയൊക്കെ സംഭവിച്ചാലും അത് ടെമ്പററിയാണ്. കാരണം ഏത് അനുഭവം കിട്ടിയാലും അത് നൈമിഷികമാണ്. കാരണം ആ കോറെന്ന് പറയുന്നതിന് അനുഭവം വേണ്ട, ആ കോറിന് യാതൊരു അനുഭവം വേണ്ട. കാരണം നിത്യമാണത്. മനസ്സിലായോ? ആ നിത്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഈ അനുഭവങ്ങളെല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എൻഗേജ്ഡ് ആകുക. എങ്ങനെ? കണ്ടിന്യൂസ് ആയിട്ട് ആ നിശ്ചലാവസ്ഥയും ചലനവും തമ്മിൽ എൻഗേജ്ഡ് ആകുക. അവിടെ പവർ തോന്നണം. മനസ്സിലായോ? അവിടെ പവർ വരണം. അതിലൊരു കല്ല് പിടിച്ച് വെക്കുമ്പോഴാണ് എൻ്റെ പവർ. അങ്ങനെയല്ല. എപ്പോഴാണ് പവർ വേണ്ടത്? ഒന്നും ചെയ്യാതിരിക്കുമ്പോഴേ ഞാൻ പവർഫുള്ളായിരിക്കണം. എങ്ങനെ? ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ പവർഫുൾ എന്ന് വെച്ചാൽ ഞാൻ ഫുള്ളി ആക്റ്റീവാണ്, ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആണ്. മനസ്സിലായോ? വിത്ത് മീ. വിത്ത് ദാറ്റ് പ്രോസസ്. അതാണ് മീ എന്ന് പറയണം, നമ്മളെന്ന് പറയണം. ആ നമ്മളെന്ന് പറഞ്ഞ് ആയിരിക്കുന്ന ഭാഗം അത് നൈമിഷികമാണ്. പക്ഷേ ആ നൈമിഷികമായിട്ടുള്ള അവസ്ഥയുടെ ഉള്ളിൽ നൈമിഷികമല്ലാത്ത നിത്യതയുടെ ഭാഗമുണ്ട്. അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ആ പ്രത്യേകമായിട്ടൊന്നും ചെയ്യണില്ല എന്നുള്ള ഭാഗം. അതെ, അതവിടെ നിരന്തരമാണ്, നിത്യമാണ്. അവിടെ എൻഗേജ്ഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ അന്തരീക്ഷത്തിൽ ഈ എൻവയോൺമെൻറ്റിൽ നൈമിഷികമായിട്ട് രൂപം കൊള്ളുന്നത് നൈമിഷികമാണെന്നും അതിനപ്പുറത്തോട്ട് പ്രസക്തിയില്ലെന്നും അത് അലുത്തു പോവുകയും ചെയ്യും. അത് അലുത്തു മാറുന്നതാണ്, സ്വപ്നം പോലെയാണ്. അതുകൊണ്ടാണ് ആരുമായിട്ട് പ്രത്യേകിച്ച് അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല, എൻഗേജ്മെൻ്റ് ഇല്ല. ഇല്ല, എല്ലാവരുമായിട്ട് എൻഗേജ്ഡാണ്. ഇപ്പോൾ ഓക്കെ, ഇപ്പം എനിക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത്, ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആരുടെ കൂട്ടത്തിൽ വന്നൊരു ഭാഗമില്ല. മനസ്സിലായ? നമ്മൾ ഇന്നയാളുടെ കൂട്ടത്തിലാണ്, അങ്ങനെ ഒരു ഭാഗമില്ല. അങ്ങനെ ഇന്നയാളുടെ കൂട്ടത്തിലാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൻ്റെ, മനസ്സിലായ, നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അത് മനസ്സിൻ്റെ സൃഷ്ടി മാത്രമാണെന്ന് കൃത്യമായിട്ട് അറിയണം. That's very dangerous. It's only a temporary creation of your mind. It's an emerging property. One should know perfectly this is only an emerging property. It's created by your mind. So whatever you are creating with your mind is temporary. What is creating? What something that which is working perfectly, continuously, permanent, is creating so many things temporary. So that is seen in your mind. Whatever you see in your mind is always temporary. Whatever you define with your mind is always temporary. So don't get clogged with your mind. Be stable. Whatever your mind is making is always temporary. So you are the stability. Your mind is always creating, continuously creating whatever it is encountering. And that gives us dreams, nothing else. So don't get caught up with the dreams. Be with the stability which is continuously working, that which is engaged so as to dissolve everything that which comes to you.
One should always dissolve everything so that your performance in that particular occupying space is always powerful. You are powerful means you are able to digest everything and your stability is maintained continuously without fear, without agony, without stress. The continuity gives us the clarity how to manage, how to dissolve the unwanted. That's the power of being. Oneness is the criteria. Oneness is the only way to maintain one's life in the most beautiful way possible. When we break the oneness, I have this person, I have that person, I have this wealth, then oneness is distorted. Then you are spoiled. Then your commitment is whatever is coming to you. Whatever comes will go, definitely. It's always the same. It is always the same. It is going to be the same like this for millions of years. This is how it is happening. We cannot build a new world. The world is building us. The universe is creating us. So, understand how the creation is happening. ആദ്യം അറിയേണ്ടത് എന്താണ്? സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതിൽ യാതൊരു കോംപ്രമൈസിനും ഒരു സാധ്യതയുമില്ല. സൃഷ്ടി നടക്കുന്നത് എങ്ങനെ? ഹൗ ക്രിയേഷൻ ഈസ് ഹാപ്പനിങ്. അണ്ടർസ്റ്റാൻഡ് ദ ക്രിയേഷൻ, the blueprint of creation. Once you know the blueprint of creation, then how can there be conflict? This is the only possibility, the fundamental of creation when brought into awareness, done. The possibilities are always the same possibilities. There's no conflict in any circumstance. There's no question raised because this is the map of living. This is the map of living. Alik.